ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും. നമ്മളെ ഏത് ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന വലിയൊരു ചിന്തയാണ്, പ്രാർത്ഥിച്ചിട്ട് എന്തോ ഉപകാരം ഉണ്ടായേ, ധ്യാനത്തിന് പോയിട്ട് എന്ത് ഗുണം ഉണ്ടായേ, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ. ഇങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ശരിയാ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പലതും ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത തോന്നിയാൽ അത് സാത്താൻ്റെ ചിന്തയാണ്. എല്ലാ നിരാശപ്പെടുത്തുന്ന ചിന്തകളും വരുന്നത് സാത്താനിൽ നിന്നാണ്. അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾക്ക് പലർക്കും, അതായത് ധ്യാനം കൂടിയിട്ട് നമ്മൾ ചിന്തിക്കും, എന്താ ഗുണമുണ്ടായേ, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചിന്തിക്കും, എന്താ ഗുണമുണ്ടായേ. അതിൻ്റെ ഒരു ബോധ്യം നമ്മുടെ തലയിൽ വേണം, എന്താണ് ഗുണമുള്ളത് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് ലഭിക്കും. കർത്താവ് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തു ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഇതിങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. എങ്ങനെ സന്തോഷം പൂർണ്ണമാകുന്നത്? നമ്മളുടെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്നു, അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, വലിയൊരു സന്തോഷം നമ്മളിൽ വരും. ദൈവത്തിലുള്ളൊരു വിശ്വാസം നമുക്ക് വരും, ദൈവത്തിനോടുള്ളൊരു സ്നേഹം നമ്മളിൽ വരും. അതുകൊണ്ട് കർത്താവ് പറയാം, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. എപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം ഉണ്ടായേ എന്ന് നമ്മുടെ തലയിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ അറിയണം, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഗുണമുണ്ടാകാറായിട്ടുണ്ട്, നമ്മളത് കാണാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് നിന്ന് സാത്താൻ ഉറക്കെ വിളിച്ച് പറയുന്നത്, എന്താ പറയുന്നത്, എന്താ ഗുണമുണ്ടായേ, നീ പ്രാർത്ഥിച്ചിട്ട്, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണമുണ്ടായേ, നീ പള്ളിയിൽ പോയിട്ട് എന്ത് ഗുണമുണ്ടായേ, എല്ലാ ദിവസവും എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോയിട്ട് എന്ത് ഗുണമുണ്ടായേ, ബൈബിൾ വായിച്ചിട്ട് എന്താ ഗുണമുണ്ടായേ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4:28 നമുക്ക് കാണാം, ആദ്യമില്ല പിന്നെ കതിർ, പിന്നെ കതിരിൽ ധാന്യമണികൾ. ഇത് നമ്മുടെ തലയിൽ നല്ലപോലെ ബോധ്യമായിട്ട് ഇറങ്ങണം. കാരണം എന്താണെന്നറിയോ, എന്തു പ്രാർത്ഥിച്ചാലും നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. പുറപ്പാട് 20:24 കർത്താവ് പറയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും. അപ്പോഴാണ് സാത്താൻ പറയുന്നത്, പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണമുണ്ടായേ. നമ്മുടെ തലയിൽ തോന്നുന്നത് അപ്പോഴാണ്, നമ്മുടെ തലയിൽ ഇങ്ങനെ തോന്നുന്നത്, പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണമുണ്ടായേ, ധ്യാനത്തിന് പോയിട്ട് എന്താ ഗുണമുണ്ടായേ. ചിലപ്പോൾ പലതും നമുക്ക് കാണാൻ പറ്റുകയില്ല. അതിങ്ങനെയാണ് വിശുദ്ധ മാർക്കോസ് സുവിശേഷം 4:28 പറയുന്നത്, ആദ്യമില്ല പിന്നെ കതിരിൽ ധാന്യമണികൾ. നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അത് ഉടനെ മാലാഖമാർ ആ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. കാരണം കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും ഉടനെ വിശ്വസിക്കുക, അത് ലഭിച്ചു, നന്ദി പറയുക. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു 14-ാം വാക്യത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചത് ലഭിക്കുമെന്ന് അതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ച ഉടനെ നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, വാക്ക് പാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം എന്ത് പ്രാർത്ഥിച്ചാലും അപ്പോൾ തന്നെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ നന്ദി പറയണം. പ്രാർത്ഥിച്ച ഉടനെ അത് നന്ദി പറയണം. നന്ദി പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ആ മേഖലയിൽ പിന്നെ പിശാചിന് തൊടാൻ സാധിക്കില്ല. നന്ദി പറഞ്ഞില്ലെങ്കിൽ സാത്താൻ നമ്മളോട് പറയും, നീ ധ്യാനത്തിന് പോയിട്ട് എന്ത് ഗുണമുണ്ടായി, നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി, നീ വചനം കേട്ടിട്ട് എന്ത് ഗുണമുണ്ടായി, നിൻ്റെ സ്വഭാവം ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ വലിയൊരു ദ്രവ്യാഗ്രഹം എപ്പോഴും നമ്മുടെ തലയിലുണ്ടാവും. എന്തെങ്കിലും ഒരു കൊളോസസ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാശക്തി ഉപേക്ഷിക്കുകയും. സാത്താൻ നമ്മളോട് പറയും, എന്തെങ്കിലും ഒരു ദ്രവ്യാഗ്രഹം നമ്മുടെ തലയിലുണ്ട്, അതായത് ഇന്നത് കിട്ടണം, അതിൽ മാത്രം, അത് ദ്രവ്യാഗ്രഹം ആയതുകൊണ്ടും വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം ആയതുകൊണ്ടും അത് പെട്ടെന്നൊന്നും ആ ദ്രവ്യാഗ്രഹം തലയിൽ നിന്ന് പോകാതെ കർത്താവ് അതിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ ഈ ഒരു ആഗ്രഹം നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് സാത്താൻ പറയും, നീ ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ തലയിൽ തോന്നും, ഒരു കാര്യമില്ല നീ പ്രാർത്ഥിച്ചിട്ട് എന്ന് തലയിൽ തോന്നും. ഉടനെ നമ്മൾ പറയണം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉടനെ നമ്മൾ പറയണം, എൻ്റെ കർത്താവേ,
ഒന്നും കിട്ടിയതായിട്ട് കാണുന്നില്ലെങ്കിലും അങ്ങ് നീതിമാനാണ്, പ്രാർത്ഥിക്കുന്ന എന്തു ലഭിക്കുന്നു അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇവിടെ എത്തുന്നിടത്തെല്ലാം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നു, പുറപ്പാട് 20:24 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കിട്ടുന്ന സമയത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ ഒരു വാക്കുകൂടും പറയണം, കർത്താവെ ഒന്നും കിട്ടിയതായിട്ട് ഞാൻ കാണുന്നില്ലെങ്കിലും തക്ക സമയത്ത് തരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കർത്താവ്, ഈ പ്രാർത്ഥനയിൽ നിന്ന്, ഞാനിപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ എന്നെ അനുവദിക്കരുതേ. എൻ്റെ പ്രാർത്ഥനാകൃപ വർദ്ധിപ്പിക്കണേ. കാരണം ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാത്താനാണ്. അവൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഇതാ മാലാഖമാർ വന്ന് അതിൻ്റെ വിത്തെല്ലാം ഇങ്ങനെ പാകും. ആ വിത്ത് പല നമ്മളുടെ പ്രാർത്ഥനയുടെ കൃപ പല ആത്മാവുകളിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ സ്നേഹം, ആനന്ദം, സമാധാനം, ഫലങ്ങൾ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ മാലാഖമാർ പല ഹൃദയങ്ങളിൽ ഇങ്ങനെ പാകുന്നതുണ്ടാവും. നമ്മൾ കാണുന്നു, നമ്മളൊന്നും കാണുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ദ്രവ്യാഗ്രഹം നടക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ ആത്മാവിൽ വന്ന് നിറയുന്നു നമ്മളെ സംബന്ധിച്ച് ഒന്നും കാര്യമുള്ള കാര്യമല്ല. പക്ഷേ മാലാഖമാർ ഇതാ ഫലങ്ങളൊക്കെ വിതയ്ക്കുന്നു. ഇനി ഫലങ്ങളൊക്കെ വിതച്ച് കുറച്ച് കഴിയുമ്പോൾ അത് മുളയ്ക്കും. മാലാഖമാർ വിതച്ചതെല്ലാം മുളയ്ക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമെല്ലാം മുളച്ചു തുടങ്ങും. ആദ്യം ഇല, പിന്നെ കതിർ, പിന്നെ കതിരിൽ ധാന്യമളികൾ എന്ന നിലയിൽ ഇതാ ഫലം ഉണ്ടായി തുടങ്ങും. ഫലമുണ്ടായി തുടങ്ങുമ്പോൾ മാത്രമേ നമ്മളത് കാണുകയുള്ളൂ. അല്ലാതെ ഈ വിത്ത് മുളയ്ക്കുന്നതും അതിൽ ഇലകൾ വരുമ്പോഴും അത് അനേകം വ്യക്തികൾക്ക് വചനത്തിൻ്റെ പ്രഘോഷണം, പല വ്യക്തികൾക്കും ദൈവത്തിൻ്റെ വലിയ ശക്തമായ പരിശുദ്ധാത്മാഭിഷേകം കയറി വരുന്നതും ഒക്കെ കണ്ടാലും നമുക്ക് അതിനകത്ത് വലിയ സന്തോഷമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലം കാണുമ്പോഴാണ് നമ്മളതിൽ സന്തോഷിക്കുക. അതായത് ആദ്യ ഇല, പിന്നെ കതിർ, പിന്നെ കതിരിൽ ധാന്യമണികൾ കാണുമ്പോൾ മാത്രമാണ് സന്തോഷിക്കുക. നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ നോക്കണം, ആദ്യം എന്താണ്? തറ കെട്ടും. അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് മാലാഖമാർ അതിൻ്റെ അടിസ്ഥാനമൊക്കെ ഇടും. അപ്പോഴേക്കും നമ്മൾ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീടൊന്നും കാണാനില്ലല്ലോ. ഞാൻ എത്ര പ്രാർത്ഥിച്ചു എന്നറിയാമോ? 2 നില വീട് പണിയാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്, വീടൊന്നും കാണാനില്ല. വെറുതെ പറയുക പ്രാർത്ഥിച്ചോ എല്ലാം കിട്ടുന്നു. അപ്പോൾ ഈ തറ കിട്ടിയത് എന്തായി? അത് നമ്മൾ കാണുന്നില്ല. അത് നമ്മുടെ ആത്മാവിൽ കാണുന്നില്ല. നമുക്കൊരു ഫലം കാണണം, അപ്പോൾ മാത്രമേ നമ്മൾ സന്തോഷിക്കുന്നത്. അതായത് ആദ്യം ഇല, പിന്നെ കതിർ, പിന്നെ കതിരിൽ ധാന്യമണികൾ കാണുമ്പോൾ നമ്മുടെ ആത്മാവിൽ സന്തോഷം വരും. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഉപകാരമുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സന്തോഷിക്കുക. അതുവരെ നമ്മളൊന്നും സന്തോഷിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. എന്തു പ്രാർത്ഥിച്ചാലും കർത്താവ് പറയുന്നത്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മാർക്കോസ് 11:24. കർത്താവ് പറയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ കർത്താവ് ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ. കാരണം ക്ഷമിക്കാതെ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല. അത് വലിയൊരു മാനദണ്ഡമാണ്. അതാണ് മാർക്കോസ് 5:23 പറഞ്ഞ്, നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം നീ കുർബാനയ്ക്ക് പോലും വരണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നിൻ്റെ ബലിവസ്തു വെച്ചിട്ട് തിരിച്ചു പോയിട്ട് രമ്യതപ്പെട്ടിട്ട് തിരിച്ചു വരിക എന്ന് പറയാൻ കാരണം, നമ്മളിൽ തമ്മിൽ ഒരു സ്നേഹം നിലനിൽക്കണം. എല്ലാവരും തമ്മിൽ ഒരു സ്നേഹം നിലനിൽക്കണം. കാരണം ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം നിങ്ങളിൽ നിലനിന്നിട്ട്, അതായത് നിങ്ങളെല്ലാവരോടും ക്ഷമിക്കുകയും നിങ്ങളിലൊരു ദൈവികമായ സ്നേഹം നിലനിൽക്കുകയും ചെയ്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, അതിൻ്റെ പ്രതിഫലം നമുക്ക് കാണാൻ സാധിക്കും. എന്ത് പ്രാർത്ഥിച്ചാലും ഉടനെ നന്ദി പറയണം. അല്ലെങ്കിൽ സാത്താൻ അറിയാം ഇതിനൊരു വിശ്വാസമില്ലാന്ന്. ഹൃദയം നിറഞ്ഞ് നമ്മൾ നന്ദി പറയണം. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചെല്ലാം ലഭിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ച നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ അങ്ങയുടെ കൂടിയിരുന്ന നിമിഷങ്ങൾ ഇപ്പോൾ ഞാൻ കാണുന്നില്ലെങ്കിലും അത് കാണുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഉടനെ നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? സാത്താൻ അറിയാം നീ നന്ദി പറഞ്ഞിട്ട് അത് സ്വർഗത്തിലേക്ക് സമർപ്പിച്ചിട്ടില്ല എന്ന്, നീ വിശ്വസിക്കുന്നില്ല എന്ന് സാത്താൻ അറിയാം. അപ്പോൾ സാത്താൻ നമ്മളെടുത്ത് വന്നിട്ട് പറയും, നീ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടായോ? കാരണം അവൻ കാണുകയാണ്, ഇത് അനേക ഹൃദയങ്ങളിൽ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയ ഫലങ്ങൾ നിറയുന്നു, ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിറയുന്നു, വലിയ അനുഗ്രഹം വരാനിരിക്കുന്നു, ഭൗതികമായ മേഖലയിലും അനുഗ്രഹം വരാനിരിക്കുന്നു, ആത്മീയ മേഖലയിലും വരാനിരിക്കുന്നു എന്ന്
സാത്താൻ അറിയാം, അവനിത് കാണുകയാണ്. അവൻ നമ്മൾ കാണുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് അവൻ കാണും. അവന് ഈ വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവന് മനസ്സിലാവും. അപ്പോൾ സാത്താൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഒരു ഗുണമില്ല, പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണമില്ല, കുർബാനയ്ക്ക് പോയിട്ട് ഒരു ഗുണമില്ല, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എന്ത് ആത്മീയത ചെയ്താലും നിങ്ങൾ വിശ്വസിക്കണം, അതിനകത്തൊരു ഗുണമുണ്ട്. ഒരു ആത്മീയത വളരുന്നു. അതുപോലെ ഒരു ആത്മീയത നിങ്ങളിൽ നിറയുന്നതനുസരിച്ച്, ഗ്രേസ് നിങ്ങളിൽ നിറയുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തരും. ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് കിട്ടും. പക്ഷേ എന്ത് സംഭവിക്കുന്നു? അതിനു മുമ്പേ വലിയൊരു നിരാശ നമ്മളിൽ വന്നിട്ട് അതങ്ങ് ആ പ്രാർത്ഥനാകൃപ നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി സാത്താൻ പരിശ്രമിക്കും. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നാമം നിങ്ങൾ അറിയാതെ പോലും ഉച്ചരിച്ചാൽ അതിന് ഞാൻ പ്രതിഫലം നൽകും. 1 സാമുവേൽ 2:30 കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇതാ എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കും, എന്നെ നിന്ദിക്കുന്നതിന് ഞാൻ നിന്ദിക്കും. അപ്പോൾ നമ്മൾ ഈ ആദരിക്കുന്നതിനും നമ്മളുടെ പ്രാർത്ഥനയ്ക്കും നമ്മൾ പള്ളി പോകുന്നതിനും നമ്മൾ വചനം കേൾക്കുന്നതിനും നമ്മളുടെ എന്ത് ആത്മീയ പ്രവൃത്തിക്കും പ്രതിഫലം ഉണ്ടെന്നാണ് വചനം. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ തലയിൽ തോന്നുമ്പോൾ നമ്മൾ ഈ വചനം ഏറ്റു പറയണം, എൻ്റെ ദൈവം എൻ്റെ നാമം അനുസ്മരിക്കാനിടയാകാൻ, അതായത് ദൈവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതിന് പോലും അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. ഇനി എന്തിനാണ് നന്ദി പറയുന്നതെന്ന് അറിയാമോ? ഈ നന്ദി പറഞ്ഞാൽ ഉടനെ അത് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും. വെളിപാടിൻ്റെ പുസ്തകം 21-25 വാക്യങ്ങൾ നമുക്കിങ്ങനെ കാണാം. രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അവിടേക്ക് കൊണ്ടുവരുന്നു, സ്വർഗത്തിലേക്ക്. ജനതകൾ തങ്ങളുടെ മഹത്വം അവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മഹത്വം മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയുന്ന ഈശോയെ, സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ലഭിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ എന്ന് പറയുമ്പോൾ അതെന്ത് സംഭവിച്ചു? ഹൃദയത്തിൽ നിന്ന് നീ വിശ്വസിച്ച് നന്ദി പറയുകയാണെങ്കിൽ ഉടനെ അത് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു. പിന്നെ അതിന്മേൽ വന്ന് സാത്താന് ചിരണ്ടാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അവൻ നിന്നെ വന്ന് ചിരണ്ടും. നിന്നോട് പറയും, എന്തു പറയും? ഒരു കാര്യമില്ല കേട്ടോ. അവനെങ്ങനെ കാണുകയാണ്, അയ്യോ ഈ വ്യക്തി പ്രാർത്ഥിച്ച് ജപമാലയില്ലേ, കരുണകൊന്തയില്ലേ, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇത് അനേകം ആത്മാവുകൾ രക്ഷപ്പെടുന്നു. അനേകം ആത്മാവുകളിൽ ദൈവത്തിൻ്റെ വചനവും അഭിഷേകവും ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും സ്നേഹവും എല്ലാം നിറയുന്നു. മുത്തം പിശാച് കുട്ടി പിശാചുകളോട് പറയും, നിങ്ങൾ എവിടെ നോക്കി ഇരിക്കുകയായിരുന്നു, വേഗം ചെല്ലാൻ പറയും. അപ്പോൾ നമ്മുടെ തലയിൽ വന്നിട്ട് പറയും, ഒരു ഗുണവുമില്ല, പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണം ഉണ്ടായോ? അപ്പോൾ നമ്മളുടെ തലയിൽ എപ്പോഴും നമ്മൾക്ക് അലട്ടുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ തലയിൽ ഇങ്ങനെ തോന്നും, നമുക്ക് എന്തെങ്കിലും ഒരു ദ്രവ്യാഗ്രഹം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ തലയിൽ ഇങ്ങനെ കയറി നിൽക്കും. അത് ദ്രവ്യാഗ്രഹമാണ്. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഉപേക്ഷിക്കുവിൻ എന്ന് കൊളോസസ് 3:5 കാണാം. അതാണത്. അതിന്മേൽ നമ്മൾ നോക്കും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയ പോലെ നമ്മൾ നോക്കിയ ഉടനെ എന്ത് സംഭവിക്കുന്നറിയോ? ഒന്നും ലഭിച്ചില്ല, പലത് ലഭിച്ചില്ല എന്ന് നമുക്ക് തോന്നും. ഉടനെ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ആ പ്രാർത്ഥന കൃപ അങ്ങ് വിട്ടുപോകും. നിങ്ങൾക്ക് ധ്യാനം കൂടാനുള്ള കൃപ അങ്ങ് വിട്ടുപോകും. അല്ലെങ്കിൽ വചനം കേൾക്കുന്ന കൃപയുണ്ടല്ലോ, നിരാശ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് വന്നാൽ അത് പോയ്സണാണ്. സാത്താൻ എങ്ങനെയാ ജനങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാരണം? നിരാശയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിനോടൊരു സ്നേഹം നമ്മുടെ തലയിലില്ലെങ്കിൽ നമ്മളിൽ നിരാശ ഫീൽ ചെയ്യും. അതാണ് പറഞ്ഞ സ്നേഹം, ദൈവത്തിനോടൊരു സ്നേഹം നമ്മളിൽ ഉണ്ടാകണം. ആ സ്നേഹത്തിലൂടെ നമ്മൾ പ്രത്യാശ വരും. ആ പ്രത്യാശയിലൂടെ നമ്മൾ വിശ്വസിക്കും. ആ വിശ്വാസവും പ്രത്യാശയും എല്ലാം നമ്മളിൽ വേണം. അതാണ് പൗലോസ് പറഞ്ഞ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. സ്നേഹമാണ് സർവോത്കൃഷ്ടം. കാരണം സ്നേഹം വിശ്വാസം സൃഷ്ടിക്കുന്നു, പ്രത്യാശ സൃഷ്ടിക്കുന്നു. സ്നേഹം സകലതും നമ്മൾ രൂപപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ ധ്യാനിച്ച വചനം ഏതാണ്? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഗുണവും വേണ്ട, നമ്മളുടെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, നമ്മളുടെ ഒരു ആത്മീയ കഴിവും വേണ്ട. നിങ്ങൾക്ക് കുറേ ബലഹീനത മാത്രമാണ് ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ അറിയുക. സ്നേഹിക്കുന്ന ഒരു പിതാവ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. നമ്മുടെ മക്കൾ മറ്റുള്ളവർ മുന്നിൽ അവരുടെ തിന്മയെല്ലാം മറച്ചു വയ്ക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്ന പിതാവ്, നമ്മുടെ പാപം എല്ലാവരും കാണാതെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പിതാവിലും. റോമക്കാരുടെ പുസ്തകം 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ സമസ്തവും അവനോടുകൂടി നൽകാതിരിക്കുമോ? വിശ്വസിക്കാം. നമുക്ക് എല്ലാത്തിനും പ്രാർത്ഥിച്ച് ഒട്ടനെ നന്ദി പറയാം.
പ്രാർത്ഥിച്ച ഉടനെ നമുക്ക് നന്ദി പറയാം. അപ്പോൾ ആ പ്രാർത്ഥന മുഴുവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. നമ്മുടെ കർത്താവ് നീതിമാനാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമം ഒന്ന് ഓർത്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സാത്താൻ പറയും, ഒരു ഗുണവും ഉണ്ടായില്ല. കുട്ടനെ അറിയണം, പിശാച് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കായനോട് കർത്താവ് പറഞ്ഞ പോലെ, നീ ഇതാ അവൻ വാതിൽക്കൽ നിൽപ്പുണ്ട്, നീ അവനെ കീഴടക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ കീഴടക്കും. നീ എങ്ങനെയാണ് അവനെ കീഴടക്കാമെന്നറിയാമോ? നീ പറയണം, കർത്താവിൻ്റെ നാമം അനുസ്മരിച്ചാൽ, അതായത് ഓർത്താൽ അനുഗ്രഹിക്കുന്നു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടാതിരിക്കുമോ? എൻ്റെ കർത്താവ്, ഈ പ്രാർത്ഥന ഒരിക്കലും ഇനി നിന്ന് എടുത്തു കളയാതെ ഇത് വർദ്ധിപ്പിച്ച് തരണേന്ന് പറയാം. അപ്പം മതിയാവും. സാത്താൻ തിരിഞ്ഞു പോകും. ഇല്ലെങ്കിൽ അവൻ നിങ്ങളെ കീഴടക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ നിരാശ നിറയ്ക്കും. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് തിരിഞ്ഞു നോക്കരുത്. എന്ത് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു പ്രാർത്ഥനയും ഉപേക്ഷിക്കരുത്. ഒരു പ്രാർത്ഥന, എന്ത് പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, അത് ഉപേക്ഷിക്കരുത്. എല്ലാം നല്ലതാണ്, എല്ലാ പ്രാർത്ഥനയും നല്ലതാണ്. തിന്മകൾ ഉപേക്ഷിക്കുക. നമുക്ക് എഴുന്നേറ്റ് സ്തുതിക്കാം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ നിങ്ങൾ പറഞ്ഞു, അതെല്ലാം ലഭിക്കും. ഞങ്ങൾ നടത്തുന്ന സൂം പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ താഴെ കാണാം. ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനാ സമയത്ത് നടക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷി നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിശ്വാസം വരും. കാരണം വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങളും മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. നിങ്ങൾക്കും ലഭിക്കും. നിങ്ങളും ഈ വചനത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, തലവേദന, ക്യാൻസർ, അതിൻ്റെ ബ്ലഡ് കൗണ്ട് കൂടുന്നില്ല, ഇതൊക്കെ സുഖപ്പെടുന്നു വചനത്താൽ. അതിനാൽ നിങ്ങൾ പറയണം, ഈശോയെ ഇന്ന പ്രശ്നമുണ്ട്, കർത്താവെ അങ്ങ് പ്രവർത്തിക്കണേ, ഞങ്ങൾ നല്ല വ്യക്തികളായിക്കോളാമെന്ന് പറയുക. ഞങ്ങളുടെ ഇന്ന് വരെയുള്ള തിന്മകൾ ഉപേക്ഷിക്കാമെന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്തു പ്രാർത്ഥിച്ചാലും തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തരിക തന്നെ ചെയ്യും. നന്ദി പറയുക, ഈശോയെ സ്തുതിക്കുക. നമുക്കിപ്പോൾ നല്ലൊരു സാക്ഷ്യം കാണാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷീബ ആൻഡ്രു. ഞാൻ തോപ്പുംപടി സെൻറ്റ് മൈക്കിൾസ് ഇടവകാംഗമാണ്. 2022 നവംബർ മാസം ആണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആഡ് ചെയ്യുന്നത്. അതെനിക്ക് ബ്രസ്റ്റ് തടിപ്പായിട്ട് അത് ക്യാൻസറാണ് സ്ഥിരീകരിച്ച്. അങ്ങനെ വിഷമതയോടുകൂടി പള്ളിയിൽ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ കണ്ടത്. ഞാൻ സങ്കടം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് തന്നെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ പ്രാർത്ഥിക്കുക, അപ്പോൾ എല്ലാം മാറും, വിഷമമെല്ലാം മാറും എന്ന് പറഞ്ഞ് എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ഓപ്പറേഷൻ ചെയ്ത് 3 മാസം റെസ്റ്റിലിരിക്കുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിൽ കീമോ റേഡിയേഷനും ചെയ്യാതെ തന്നെ പിന്നെയും പോൾ ഓഫ് ചെയ്ത് അപ്പോൾ വേറെ ഒന്നും തരില്ല. 2 ടാബ്ലറ്റ്സ് മാത്രം എനിക്ക് തന്നിട്ടുണ്ട്. അത് മാത്രം കഴിച്ച്, അത് വേറെ ഒന്നുമല്ല, അയൺ ഗുളിക പോലത്തെ ഗുളിക, വേറെ ഒന്നുമല്ല. ആ ഗുളിക മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ 1 വർഷമായിട്ട് പോൾ ഓഫ് ചെയ്യാതെ ഇരിക്കണമായിരുന്നു. ഡോക്ടറിനെ അങ്ങോട്ട് വിളിച്ച്, എന്താ നിങ്ങൾ ഒന്നും ചെയ്യാത്തത്, ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കർശനമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു. പിന്നെ ടെസ്റ്റ് ചെയ്തു, എല്ലാം മാമോഗ്രാമും ബ്ലഡ് ടെസ്റ്റും ചെയ്തപ്പോൾ അതിൽ യാതൊരു തകരാറുമില്ലെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ യാതൊരു അസുഖവും എനിക്ക് ഇതുവരെ ഇല്ല. യാതൊരു വേദന ഇതുവരെ അനുഭവിച്ചിട്ടില്ല ക്യാൻസറിൻ്റെതായിട്ട്. ഇതെല്ലാം എനിക്ക് ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും കൂടി നന്ദി അർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് വഴിയും വെള്ളവുമില്ല. 80 വർഷമായിട്ട് ഞങ്ങളുടെ ഫാദറൊക്കെ നടന്നിരുന്ന വഴിയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ അയൽക്കൂട്ടം വഴി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കണക്ഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇതുവഴി വഴിയില്ലെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വളരെ വിഷമത്തോടെ 2-3 വർഷം ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ഞങ്ങൾ 2 ഫാമിലിയും വെള്ളമില്ലാതെയും വഴിയില്ലാതെയും വളരെ വിഷമിച്ച്. അപ്പോൾ ഈ പ്രാർത്ഥന ഡെയിലി ഞാൻ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി കഴിഞ്ഞ മാർച്ചിൽ അവിടുത്തെ ഒരു സഹോദരൻ വൈഫും കൂടി വന്ന് ഞങ്ങൾക്ക് അവരൊരു പഴയ വീട് പൊളിച്ച് അത് ഞങ്ങൾക്ക് വഴി തരികയുണ്ടായി. ഇപ്പോൾ എല്ലാവരും മോട്ടറടിച്ച് വെള്ളം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു എടുക്കാനുള്ള രീതിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. മൂന്നാമതായി എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രോക്ക് വന്നിട്ട് ഓർമ്മയും ഇല്ല, കാഴ്ചയും ഇല്ലാത്ത രീതിയിൽ എന്നെപ്പോലും ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. പ്രാർത്ഥനയിൽ കൂടുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വളരെ ഭേദമുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുക, ഓർമ്മയും കാഴ്ചയും കിട്ടി. എൻ്റെ കുടുംബത്തിന് കിട്ടിയുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. മക്കൾക്ക് കുടുംബസമാധാനം സന്തോഷവും കിട്ടിയത് ഗ്രൂപ്പിലൂടെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു.